ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രിഷ്ണ. അപ്പൊ നമ്മൾ 6 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 6 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾക്കറിയാം ചോദിക്കാൻ പോകുന്ന ചോദ്യം മറ്റൊന്നുമല്ല, അത് തന്നെയാണ് അല്ലേ, കാൽക്കുലേറ്റ് മെയിൻ വാരിയൻസ് ആൻഡ് സ്റ്റാൻഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്ലാസ്സും ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ വേണം നമുക്ക്. മീനും വേണം, വാരിയൻസ് വേണം, പിന്നെ എന്താണ് സ്റ്റാൻഡ് ഡീവിയേഷൻ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീൻ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ബാർ ഈക്വൽ ടു ദ ഇക്വേഷൻ സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡ് ബൈ സമ്മേഷൻ എഫ് ഐ ആണ്. ഈ സമ്മേഷൻ എന്ന് പറഞ്ഞ ആൾ ശരിക്കും സിഗ്മ തന്നെയാണ്. സിഗ്മ സമ്മേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ടോട്ടൽ എല്ലാം കൂടെ കൂട്ടുക, അതാണ് മീനിങ് കേട്ടോ. അവർക്ക് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, രണ്ടുപേരെയും പിടിച്ചിട്ട് 2 കോളത്തിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ്. തന്നിരിക്കുന്ന രണ്ടുപേരെയും എന്ത് ചെയ്യുന്നു, 2 കോളത്തിലേക്ക് മാറ്റുന്നു. ക്ലാസ്സും അതേപോലെ ഫ്രീക്വൻസി ബിസ് എന്ത് ചെയ്തു, 2 കോളത്തിലേക്ക് മാറ്റി. ക്ലാസ് ആരൊക്കെയുണ്ട്, 30 to 40 മുതൽ അങ്ങ് വരെ ഉണ്ടല്ലേ. 30 to 40, 40 to 50, പിന്നെ ആണെങ്കിൽ 50 to 60 ഉണ്ട്, 60 to 70 ഉണ്ട്, 70 to 80, 80 to 90, പിന്നെ എന്താണ് 90 to 100 വരെ ഉണ്ട്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി മക്കൾ എഴുതിക്ക് പോയിക്കോ. ഫ്രീക്വൻസി പറയുമ്പോൾ 3, 7, 12, 15, പിന്നെന്താണ് 18, 832 അല്ലേ, 832. ഫ്രീക്വൻസി ബിസ് എഴുതിയല്ലോ, അത്രയും ഓക്കെ അല്ലേ. 3, 7, 12, 15, 832. ഇനി നമുക്ക് വേണ്ട എന്താണ്, സിഗ്മ എക്സ് ഐ എഫ് ഐയിൽ ആര് വേണം, ആദ്യം എക്സ് ഐ വേണം. നിങ്ങൾക്കറിയാം എക്സ് ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റർവെല്ലിലെ ക്ലാസ് ഇല്ലേടാ, ക്ലാസിന്റെ മിഡ് വാല്യൂ ആണ്. 30 to 40 പറയുമ്പോൾ അതിന്റെ മിഡ് വാല്യൂ വരാ വരിക 35 അല്ലേ വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടും കൂടെ കൂട്ടുക, ഡിവൈഡ് ബൈ 2 ചെയ്യാം. ഏതാണ് സിമ്പിൾ അത് ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഏതോ ഏറ്റവും സിമ്പിൾ മെത്തേഡ് അത് ചൂസ് ചെയ്യാം. മിഡ് വാല്യൂ എടുത്താൽ പോലെ ഒന്നും ചെയ്യണ്ടല്ലോ. 30, 40 മിഡിൽ ആരാളുള്ളത്, 35 അല്ലേ. എക്സ് ഐ 35 കിട്ടി. അടുത്ത എക്സ് ഐ ആണെങ്കിലോ 40 to 50 മിഡിലായ വരാ 45, 50 to 60 ആണെങ്കിലോ 55, പിന്നെ 65, പിന്നെ 75, 85, 95. എക്സ് ഐ കംപ്ലീറ്റ് ആയി കഴിഞ്ഞില്ലേ. എക്സ് ഐ ആയി കഴിഞ്ഞു, ഫ്രീക്വൻസി ആയി കഴിഞ്ഞു. നിങ്ങൾ പറയണം എന്താണ് എക്സ് ബാർ എന്ന് പറയുന്നത്, സിഗ്മ എക്സ് ഐ എഫ് ഐ ആണ്. നമുക്ക് ആവശ്യമുണ്ട്, എക്സ് ഐ എഫ് ഐ ആവശ്യമുണ്ട്. അപ്പൊ എക്സ് ഐ എഫ് ഐക്ക് ഒരു കോളം ഉണ്ടാക്കി കഴിഞ്ഞു. എന്താണോ ആവശ്യമുള്ളത് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ കോളം ഉണ്ടാക്കുക. ഇത് എക്സ് ഐ ആണ്, ഇത് എഫ് ഐ ആണെങ്കിൽ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 35 into 3 എത്ര വരിക, ഇറ്റ് ഇസ് 105 ആണ് വരിക. 45 into 7 ആണെങ്കിലോ മക്കളെ ഇറ്റ് ഇസ് 315 വരും. 55 into 12 ആണെങ്കിലോ ഇറ്റ് ഇസ് 660 എന്ന് വരും. എല്ലാരും എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. അത് അലൗഡ് ആണ് എക്സാം ഹോളിൽ, പേടിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. 50 into 65 ആണെങ്കിലോ ഇറ്റ് ഇസ് 975 വരും. 975 വരും. 8 into 75 ആണെങ്കിലോ മക്കളെ ഇറ്റ് ഇസ് 600 വരും. 85 into 3 ആണെങ്കിലോ അത് 255 വരും. 95 into 2 ആണെങ്കിലോ ഇറ്റ് ഇസ് 190. അപ്പൊ എന്തൊക്കെയാണ്, 105ഉം 315ഉം 660ഉം 975ഉം 600ഉം 255ഉം 190ഉം ആണ്. നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ എക്സ് ഐ എഫ് ഐ പറയുമ്പം ഇവരെല്ലാരെയും കൂടെ ആഡ് ചെയ്യുന്നു. ഇവരെല്ലാരെയും ആഡ് ചെയ്യാ പറയുമ്പോൾ ഈ കോളത്തിലുള്ള മുഴുവൻ പേരെയും ആഡ് ചെയ്യുക. എക്സ് ഐ എഫ് ഐക്കാരെ എല്ലാരെയും ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരും, നമുക്ക് 3100 എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ, 3100 ആണ് സിഗ്മ എക്സ് ഐ എഫ് ഐ വരിക. അപ്പൊ സിഗ്മ എഫ് ഐ എന്താ, ടോട്ടൽ ഫ്രീക്വൻസി അല്ലേ. ഇതല്ലേ ഫ്രീക്വൻസി കോളം. ഇവിടെ എല്ലാരും സമ ചെയ്തേ. 3 ഉണ്ട്, 7 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 8 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ തരും അതെല്ലാം കൂട്ടുമ്പോൾ 50 എന്ന് വരും. അപ്പൊ എന്താ ചെയ്യാ, ഈ കാണുന്ന 3100 ഡിവൈഡ് ബൈ 50 എന്ന് വരും. 0 കട്ട് ചെയ്ത് പോയി. 310 by 5 വരും. ആൻസർ 62 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണ്, മീനേ ആയിട്ടുള്ളൂ. മീൻ ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം, വാരിയൻസ് വേണം. വാരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡ് ഡിവിഷൻ സിമ്പിൾ ആണ്. എന്താണ് വാരിയൻസ്, അതിന്റെ റൂട്ട് എടുത്ത് നമുക്ക് എന്ത് കിട്ടിക്കോളും, സ്റ്റാൻഡ് ഡിവിഷൻ കിട്ടിക്കോളും. പേടിക്കണ്ട അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വാരിയൻസിന്റെ ഇക്വേഷൻ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്, വാരിയൻസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ മൈനസ് സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ദ ഹോൾ സ്ക്വയർ ആണ്. ഈ പറയുന്ന സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ പറഞ്ഞ ശരിക്കും ആരാണ്, നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച എക്സ് ബാർ അല്ലേ. വീണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചെയ്യേണ്ട ആവശ്യമില്ല. മക്കൾ എന്ത് ചെയ്താൽ മതി, അവിടെ എക്സ് ബാർന്ന് കൊടുത്താൽ പോരെ. നമുക്ക് എന്ത് കൊടുക്കുക, ഉള്ളില് ഇതിന് പകരം എക്സ് ബാർന്ന് കൊടുക്കുക. അപ്പൊ എന്ത് വരും, എക്സ് ബാർ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു ശരിക്ക്, എക്സ് ഐ സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ട്, എക്സ് ഐ സ്ക്വയർ എഫ് ഐ നമുക്ക് ആവശ്യമുണ്ട്. അവർ നമുക്ക് കണ്ടുപിടിക്കാലോ എന്ന് പറഞ്ഞു എല്ലാവരും. നെക്സ്റ്റ് കോളം ആരാ വേണ്ടത്, എക്സ് ഐ സ്ക്വയർ ആണ് വേണ്ടത്. എക്സ് ഐ സ്ക്വയർ പറയുമ്പം ഇതാണ് എക്സ് ഐ കോളം എങ്കിൽ ആ എക്സ് ഐസിനൊക്കെ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് എടുക്കുക, സ്ക്വയർ എടുക്കുക. എല്ലാ എക്സ് ഐ വാല്യൂ മക്കൾ എന്ത് ചെയ്യുക, സ്ക്വയറിങ് ചെയ്യുക. 35 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ വരിക, ഇറ്റ് ഇസ് 1225. അത് നമുക്കറിയാം. 45 സ്ക്വയർ അറിയാം, 2025. ബാക്കി മക്കൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. 55 സ്ക്വയർ പറയുമ്പോൾ 3025 എന്ന് വരും. 65 സ്ക്വയർ ആണെങ്കിൽ ഇറ്റ് ഇസ് 4225 വരാം. 75 സ്ക്വയർ നമുക്കറിയാം 5625. പിന്നെ 85 സ്ക്വയർ പറയുമ്പം ഇറ്റ് ഇസ് 7225.
95 സ്ക്വയർ ആണെങ്കിലോ മക്കളെ അത് 9025. അപ്പൊ എക്സൈ സ്ക്വയർ ആയി. അപ്പൊ എക്സൈ സ്ക്വയർ എഫ് ഐ പറയുമ്പോൾ എന്താ പറയാ, ഇത് എക്സൈ സ്ക്വയർ ടേബിൾ ആണെങ്കിൽ ഇത് എഫ് ഐ ഇത് ഇവിടെയാണ് ഉള്ളത്. ഇവർ രണ്ടുപേരും എന്താണ് ചെയ്യേണ്ടത്, കറസ്പോണ്ടിംഗ്ലി മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അതാണ് എക്സൈ സ്ക്വയർ എഫ് ഐ വരിക. 1225 into 3 പറയുമ്പോൾ എത്രയാ വരിക, വലിയ വാല്യൂ വരിക. എല്ലാവരും ചെയ്ത് ശ്രമിക്കുക. 3675 എന്ന് വരും. നെക്സ്റ്റ് 2025 into 7 വരുന്ന സമയത്ത് വാല്യൂ വരുന്നത് വലിയ വാല്യൂ ആണെങ്കിൽ 14175 വരും. നെക്സ്റ്റ് 3025 into 12 ആണെങ്കിൽ എത്ര വരും നമുക്ക്, ഇറ്റ് ഇസ് 36300 വരും. അതേപോലെ 4225 into 15 ആണെങ്കിലോ എന്താ വരിക, അത് 63375 വരും. 5625 into 8 ആണെങ്കിലോ മക്കളെ അത് 45,000 വരും. ഓക്കെ, നെക്സ്റ്റ് 7225 into 3 ആണെങ്കിൽ എത്ര വരും മക്കളെ, 21,675. പിന്നെ എന്താണ് ലാസ്റ്റ് 9025 into 2 ആണ് നമുക്കറിയാം, അത് നമുക്കറിയാം അല്ലെ, സിമ്പിൾ ആണ്. 18050 ആണ്. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തെറ്റിക്കരുതേ. കാൽക്കുലേറ്റർ നമുക്ക് അലൗഡ് അല്ലേ, അപ്പൊ എന്തെങ്കിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പൊ 3675 ഓക്കെ, 14175 ഓക്കെ, 300 ഓക്കെ, 63375 ഓക്കെ, 45,000 ഓക്കെ, 21,675 ഓക്കെ, 18050 ഓക്കെ. അപ്പൊ എക്സൈസ് സ്ക്വയർ എഫ് ഐ എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ലടാ, പേടിക്കാൻ നമുക്കില്ല. അതായത് നമുക്ക് ഇക്വേഷൻ അറിയാം, ഇക്വേഷൻ കൊടുത്താൽ മാത്രം മതിയല്ലോ, ഇനി കഴിഞ്ഞല്ലോ. അപ്പോ സിഗ്മ എക്സൈസ് സ്ക്വയർ എഫ് ഐ എന്ന് പറയുമ്പോൾ ഇവരെല്ലാരും കൂട്ടണം. എക്സൈസ് സ്ക്വയർ എഫ് ഐയുടെ കോളത്തിലുള്ള ഇവരെല്ലാരും മക്കളൊന്ന് കൂട്ടിക്ക്, എല്ലാം കൂട്ടുമ്പോൾ വലിയ വാല്യൂ വരും. എത്ര വരും നമുക്ക്, 20225 കിട്ടും കേട്ടോ. തട്ട് വരാം. ഇതെന്താണ് ഇത് പറയുന്നത്, എത്രയാണ്, 20225 കിട്ടും. അതെന്താണ്, സിഗ്മ സ്ക്വയർ എഫ് ഐ ആണ് അല്ലെ. ഇനി നമുക്ക് എന്ത് വേണം, സിഗ്മ എഫ് ഐ വേണം. എത്രയാ, 50 അല്ലേ. അത് മൈനസ് എന്ത് വന്നു, എക്സ് ബാറിന്റെ സ്ക്വയർ അല്ലേ. എക്സ് ബാർ എത്രയായിരുന്നു, 62 ഹോൾ സ്ക്വയർ വന്നു. ഈ 0 മിസ് കട്ട് ചെയ്തു. 20225 ഡിവൈഡ് ബൈ 5 പറയുമ്പം എത്ര വരിക, അത് 4045 എന്ന് വരും. മൈനസ് 62 സ്ക്വയർ വരുമ്പോൾ എത്രയാ വരിക, ഇറ്റ് ഇസ് 3844 എന്ന് വരും. 4045 മൈനസ് 3844 പറയുന്ന സമയത്ത് 201 വരും. ഇതെന്താണ്, വാരിയൻസ് ആണ് മക്കളെ. ഇത് സിഗ്മ സ്ക്വയർ ആണ്. വാരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ വാരിയൻസ് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡിവിഷൻ കിട്ടും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 201 ആണ് മക്കളെ എന്ത് വരിക, സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരിക. അപ്പൊ എത്ര വരിക, റൂട്ട് ഓഫ് 201 റൂട്ട് ഓഫ് 201 പറയുമ്പോൾ 14 വന്നു, 17 വന്നു. അപ്പൊ മീൻ ആയി കഴിഞ്ഞു, വാരിയൻസ് ആയി കഴിഞ്ഞു, സ്റ്റാൻഡേർഡ് ഡിവിഷനും ആയി കഴിഞ്ഞു. എല്ലാം സിമ്പിൾ ആണ്. വാരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, സ്റ്റാൻഡേർഡ് ഡിവിഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് വെരി വെരി സിമ്പിൾ അല്ലെ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മീൻ നമുക്കറിയാം. ഈ ക്വസ്റ്റ്യൻ മാത്രം മക്കൾ എന്ത് ചെയ്യുക, ഓർത്തെടുത്താൽ മാത്രം മതി. അത് മാത്രം എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ മക്കൾ പഠിക്കേണ്ട, ഉറപ്പായിട്ടും പഠിക്കേണ്ട 6 മാർക്കിന്റെ ചോദ്യം അത് വേറെ ഒന്നും അല്ല, അത് തന്നെയാണ്. കുറെ വർഷങ്ങളിലായിട്ട് മാറി മാറി ചോദിക്കുന്ന, ആവർത്തിച്ച് ചോദിക്കുന്ന, ചില സമയങ്ങളിൽ വാല്യൂ പോലും മാറാതെ റിപ്പീറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് അത് ഇത് മാത്രമാണ്. നിർബന്ധമായിട്ട് മക്കൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കണം. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകാൻ പാടുള്ളൂ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് മാത്രം എന്ത് ചെയ്യുക, ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ള കാര്യം പഠിക്കണം. എക്സാം ടഫ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മെയിൻ ഡിവിഷനൊക്കെ എക്സാം ചോദിക്കാം. പക്ഷെ ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മക്കൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ സീ യു ഓൾ. ബൈ.